നമസ്കാരം. ശിവടിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA സെമസ്റ്റർ 2 വിനിമയ മലയാളവും സർഗാത്മക രചന എന്ന പുസ്തകത്തിന്റെ രണ്ടാമത്തെ മോഡ്യൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ നേരത്തെ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മോഡ്യൂളിലെ പാഠങ്ങൾ മലയാള വിമർശനം, വിമർശകർ, കൃതികൾ, പ്രണയത്തിന്റെ അധുര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥ, ഇവനെ കൂടിയൊരു പഠനം, ഇങ്ങനെയുള്ള 4 വിമർശനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് ഡോക്ടർ മിനി സെബാസ്റ്റ്യന്റെ മലയാള വിമർശനം, പ്രസ്ഥാനം, ചരിത്രം, ഇങ്ങനെയുള്ള ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിലേക്ക് നമുക്ക് കടക്കാം. ഡോക്ടർ മിനി സെബാസ്റ്റ്യന്റെ ലേഖനമാണ് മലയാള വിമർശനം, ചരിത്രം, പഠനം എന്നത്. ക്രിറ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്രിറ്റിസിസം എന്ന വാക്ക് ഉണ്ടായതെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. അപ്പം വിശേഷ വിചിന്തനം എന്നാണ് അർത്ഥം. ശബ്ദധാരാവലിയിൽ വിമർശനം എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിരൂപണം എന്ന പദത്തിന് വിചാരം, ആലോചന, ഗുണദോഷങ്ങളെ തിരിച്ചറിയൽ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഒരു സാഹിത്യകൃതിയുടെ കേവലമായ ഒരു ആസ്വാദനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം അതല്ല വിമർശനം. മറിച്ച് സാഹിത്യ കൃതികളിലെ അല്ലെങ്കിൽ സാഹിത്യമായാലും വിമർശനം എല്ലാത്തിനോടല്ല, കലകൾക്കെല്ലാം ഉള്ളതാണ് വിമർശനം. അപ്പൊ കലകളിലെ സാമൂഹ്യ, സാംസ്കാരിക, ധാർമ്മിക മൂല്യങ്ങളെ കണ്ടെത്തി യുക്തിപരമായി അതിനെ സമർത്ഥിക്കുമ്പോഴാണ് അത് വിമർശനമോ നിരൂപണമോ ആയി മാറുന്നത്. ഒരു സാഹിത്യകൃതിയെ വിശകലനം ചെയ്ത് അതിന്റെ സവിശേഷതകൾ വിലയിരുത്തി മൂല്യനിർണ്ണയം ചെയ്യുന്ന ഒരു പരിപാടിക്കാണ് വിമർശനം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. സൃഷ്ടിയും വിമർശനവും പരസ്പര പൂരകങ്ങളാണ്. സൃഷ്ടി ഉണ്ടെങ്കിലേ വിമർശനം ഉണ്ടാവും. അപ്പൊ വിമർശനം എന്ന കല എന്താണെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കൃതിയുടെ ഗുണദോഷ വിചിന്തനമാണ് വിമർശനത്തിന്റെ പൊതു സ്വഭാവം. അത് ഒരു പ്രത്യേകത. രണ്ടാമത്തേത്, ഉത്കൃഷ്ട കൃതികളെ, നല്ല കൃതികളെയും അപകൃഷ്ട കൃതികൾ, മോശം കൃതികളെയും വേർതിരിക്കുക, ഗുണവും ദോഷവും അടിസ്ഥാനമാക്കി വേർതിരിക്കുക എന്നുള്ളത് വിമർശകന്റെ രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് കരുതാം. അപ്പൊ ഈ അർത്ഥത്തിൽ 16-ാം നൂറ്റാണ്ടിൽ ഡ്രൈഡൻ ക്രിറ്റിസിസം എന്ന പദം ഉപയോഗിച്ചു. ഇനി TS എലിയറ്റ് പറയുന്നത് സർഗാത്മക സിദ്ധികളുള്ള കലാകാരനാണ് യഥാർത്ഥ വിമർശകൻ. കാരണം വിമർശകന് സർഗാത്മക സിദ്ധി ഇല്ലെങ്കിൽ കാണുന്നതല്ല അയാൾക്ക് മോശമായേ തോന്നും. പക്ഷെ അയാളിലും വേണം ഒരു സർഗാത്മകത എന്ന് എലിയറ്റ് പറയുന്നു. സാഹിത്യ വിമർശനം നിലനിൽക്കുന്നത് എപ്പോഴും സമൂഹം, സംസ്കാരം, ചരിത്രം, പ്രത്യയശാസ്ത്രം, ഭാഷ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പൊ കൃതികൾ പല കാലങ്ങളിൽ പല രീതിയിൽ വിമർശിക്കപ്പെടും, പല രീതിയിലാണ് അത് വായിക്കപ്പെടുന്നത്.